ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇത് അണ്ടിപ്പരിപ്പും സവാളയും നന്നായിട്ട് ഫ്രൈ ആക്കി, അരി 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും നെയ്ച്ചോറിന്റെ റൈസ് വാങ്ങിച്ചാൽ മതി, ജീര റൈസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് മസാല: പട്ട കുറച്ച്, കുരുമുളക് 2-3 എണ്ണം, 4 ഏലക്ക, 4 ഗ്രാമ്പു, പെരിഞ്ചീരകം, ഒരു 2 ടീസ്പൂൺ ഡാൽഡ, പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞു. നമുക്കതിലേക്ക് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഡാൽഡ ചൂടായി കഴിഞ്ഞു. നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേർന്ന ആ സവാളയും അണ്ടിപ്പരിപ്പും കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ഉണ്ട് എങ്കിൽ പൈനാപ്പിൾ എസൻസിന്റെ ആവശ്യമില്ല. നമ്മുടെ വെള്ളം തിളച്ചു കഴിഞ്ഞു. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവാൻ വേണ്ടി മൂടി വെച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചു കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിം ആക്കണം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ മുകളിലിട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഒരല്പം നെയ്യ്. ഈ നെയ്യ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത നെയ്യാണ്. അത് കുറച്ച് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ആകെ നെയ്യായിട്ട് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.